വെടിനിർത്തലിന്റെ രണ്ടാം ദിവസമായ തിങ്കളാഴ്ച ഗാസ മുനമ്പിൽ ഇസ്രായേൽ അധിനിവേശ സേന നടത്തിയ ആക്രമണത്തിൽ 2 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം സിവിൽ ഡിഫൻസ് ടീമുകൾ ഡസൻ കണക്കിന് ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് വീണ്ടെടുക്കുന്നത് തുടരുന്നു. തെക്കൻ ഗാസ മുനമ്പിൽ സ്ഥിതി ചെയ്യുന്ന റാഫയിൽ ഇസ്രായേൽ വെടിവയ്പിൽ 2 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അൽ ജസീറ ലേഖകനും റിപ്പോർട്ട് ചെയ്തു. റാഫയിലെ ബഫർ സോണുകൾക്ക് സമീപം ഒരു ഇസ്രായേലി ഡ്രോൺ പൌരന്മാർക്ക് നേരെ ബോംബ് വർഷിച്ചതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും ഫലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജെറുസലേമിന് വടക്കുള്ള 2 അധിനിവേശ വെസ്റ്റ് ബാങ്ക് ഗ്രാമങ്ങളിലൂടെ ഇസ്രായേലി കുടിയേറ്റക്കാർ ആക്രമണം നടത്തിയതിനെ തുടർന്ന് 12 പേർക്ക് പരിക്കേറ്റതായി പലസ്തീൻ റെഡ് ക്രസന്റ് പറയുന്നു. പലസ്തീൻ വീടുകളും ഒരു നഴ്സറിയും പ്രാദേശിക ബിസിനസ്സും ആക്രമികൾ കത്തിച്ചു. ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ 90 പലസ്തീനികളെ മോചിപ്പിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷം ഒറ്റ രാത്രി കൊണ്ട് നടന്ന ആക്രമണങ്ങളിൽ ഇസ്രായേലി സൈന്യം കുടിയേറ്റക്കാരെ പിന്തുണച്ചതായും വെസ്റ്റ് ബാങ്കിൽ നടന്ന സൈനിക റെയ്ഡുകളിൽ ഡസൻ കണക്കിന് പലസ്തീനികൾ അറസ്റ്റിലായതായും പലസ്തീൻ വാർത്താ ഏജൻസി വഫ റിപ്പോർട്ട് ചെയ്യുന്നു.